അതെ, ഈ പുളിയിഞ്ചി ഇഷ്ടമാണോ നിങ്ങൾക്ക്? പുളിയിഞ്ചി? ആടോ, അത് തന്നെ. ഈ പുളിയിഞ്ചി ഉണ്ടാക്കണമെങ്കിലേ ഓണവും വിഷുവൊന്നും കാത്തിരിക്കണ്ട. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഉണ്ടാക്കാന്നേ. അപ്പം നമുക്ക് കുറച്ച് ഇഞ്ചി എടുത്തിട്ട് അത് നന്നായിട്ട് തോലെല്ലാം കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. അടുത്തതൊരു ടാസ്കാണേ. വല്ല സഞ്ചിയോ തുണിയോ ചാക്കോ എടുത്തിട്ട് ആ ഇഞ്ചി നന്നായിട്ട് കൊത്തിയരിഞ്ഞ് കൊത്തിയരിഞ്ഞ് വെക്കണം. പിന്നെ ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. പിന്നെ ചെറിയൊരു കയ്യബദ്ധം. ഞാൻ ആ വെളിച്ചെണ്ണ ഒഴിച്ച സമയത്ത് ക്യാമറ ഓണായില്ല. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പം നമ്മുടെ ഇഞ്ചി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ചുറ്റിച്ച് ചുറ്റിച്ച് ഒഴിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം കടുക്, കടുക് അമ്മേ കടുകിടമ്മേ, ക്യാമറ ഓണാണ്. ഇട്ടോ ഇട്ടോ കടുകിട്ടോ. ഭംഗിയൊന്നും നോക്കണ്ട അമ്മേ, ഇട്ടോ. അങ്ങനെ കടുകിട്ട് കടുക് നന്നായിട്ട് പൊട്ടിത്തെറിക്കട്ടെ. പൊട്ടിത്തെറിച്ച് ആ ക്യാമറ പൊട്ടിത്തെറിക്കാതെ നോക്കണേ. അതിനുശേഷം അതിലേക്ക് ചെറിയുള്ളി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കായപ്പൊടി ഈ വക മസാലക്കൂട്ടുകളെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുക്കരുത്. ഇളക്കിക്കൊണ്ടിരിക്കണം. അതായത് ഈ നമ്മുടെ മസാലക്കൂട്ടിന്റെ പച്ചമണം പോണവരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നന്നായിട്ട് ഡ്രൈനെസ്സ് തോന്നുവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഇളക്കണം. പിന്നെ അതിലേക്ക് വാളൻപുളി കുതിർത്തി വെച്ച അതിന്റെ വെള്ളവും തിളപ്പിച്ച വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഇഞ്ചിയില്ലേ, ആ ഇഞ്ചി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിലെല്ലാം കൂടി കിടന്ന് അങ്ങനെ വെട്ടിത്തിളച്ച് കുറച്ച് നേരം കഴിയട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണല്ലോ നമ്മുടെ ഉപ്പ്. അപ്പോൾ ഉപ്പെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഈ ഉപ്പ്, മധുരം, പുളി ഇതെല്ലാം കൂടി ഒത്തുചേർന്ന ഒന്നാണല്ലോ നമ്മുടെ പുളിയിഞ്ചി. അതുകൊണ്ടാണല്ലോ സദ്യക്ക് ഇവനെ നമ്മൾ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിട്ട് കരുതുന്നതും. പിന്നെ നമ്മൾ ഒരു സാധനം അങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയരുത്. ആ ശർക്കരയൊക്കെ പൊടിച്ചത് നന്നായിട്ട് വടിച്ചിട്ടോ. ഒന്നും വേസ്റ്റ് ചെയ്യണ്ട. ഈ ശർക്കരയ്ക്ക് ഇപ്പം എന്താ വില? അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി ഇങ്ങനെ കിടന്ന് നന്നായിട്ട് കുറുകി വരട്ടെ. അങ്ങനെ ഏകദേശം നമ്മുടെ ആള് റെഡിയായിക്കൊണ്ടിരിക്കണേണ്. ഫൈനലി പുളിയിഞ്ചി റെഡി. എൻ്റെ അമ്മ ഉണ്ടാക്കിയ പുളിയിഞ്ചി ആയതുകൊണ്ട് പറയണല്ലേട്ടാ, നല്ല അടിപൊളിയാണ്. അപ്പൊ പിന്നെ ഞാനാരാ? അതെ, ഞാൻ ക്യാമറ പിടിക്കുന്ന ആൾ, എഡിറ്റ് ചെയ്യുന്ന ആൾ, സൗണ്ട് കൊടുക്കുന്ന ആൾ. അപ്പൊ